എനിക്കിന്ന് തീരെ മക്കിടി വരുന്നില്ലല്ലോ. മുച്ചനിന്ന് കക്കിടിയാ അല്ലെങ്കിൽ തേളിയാന്റെ ഒപ്പം ഇരുന്ന് കളിച്ച അന്ന് എനക്ക് അതോ കൂടിയാ നായം പോയിട്ട് വിട്ടേ എനക്ക് വീടാ എന്റെ ആരൊക്കെ പൂതി ഈ ബാറ് ശരിക്കും ഇല്ലെന്നില്ലോ. നിന്റെ അണ്ണാക്കടയെ നീ എന്നെ കളിച്ചോടുന്ന കുരിപ്പേ ബാറടിക്കുമ്പോ ഓരോരുത്തരും കോമരം വന്നു കയറുന്നു. വെറുതെ നിന്നാൾ ആനക്കോമരം വിളിക്കുന്നു. കളിക്കുന്നവരെ കളിച്ചു കളിക്കണം. എനിക്ക് പൈനെ കഴിച്ചു കെട്ടാൻ പോവാൻ. എന്നാ പൈനെ കഴിച്ചിട്ട് വന്നില്ലെങ്കിലും കളിച്ചാൽ മതി. ഇവിടെ ആർക്കും ഇറക്കൂല. മാതോടന്റെ പണിയെടുക്കാം. തേടാൻ കേടും ഓന്റെ അവസാനം ചവിട്ടി നിങ്ങൾക്ക് രണ്ടാക്കും മാത്രമല്ലേ ഇവിടെ ഇരിക്കുന്ന ആള് പറഞ്ഞിട്ട് കാര്യങ്ങളെ വിഷമം നിങ്ങൾക്ക് അറിയില്ലേ? രാവിലെ കൊണ്ട് കെട്ടിയ പയ്യ ഞാൻ പറഞ്ഞ തെറ്റുണ്ടാ എന്നെ കൊണ്ട് വെറുതെ പഠിക്കണ്ട. കയ്പാക്ക് നീ അമ്മയില്ല നല്ല കളിയിലെ മക്കിടി വരുമ്പോ മുച്ചൻ കണ്ടിട്ടാ പൂസി അങ്ങനെ വരാൻ വയ്യില്ല. അങ്ങനെ വരാൻ ഇപ്പം നിങ്ങൾ കോവരം കാണാൻ പറഞ്ഞ വിശ്വാസം ഞാൻ 3 കയറ്റും. അത് കാണാം. കളി മതിയാ എന്നാ നോക്കാം. കളി 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 3 കളി മോളെ പൂസി പൂസി പൂസിപ്പോയി പൂസിപ്പോയി മുച്ചങ്കോരം പൂസിപ്പോയി 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 മുച്ചങ്കോരം പൂസിപ്പോയി. അല്ലല്ല സന്യാസി സന്യാസി അല്ല സ്വാമി സ്വാമി പോലും സ്വാമി മണ്ണാൻ കട്ടി സ്വാമിയല്ലേ. അല്ല ഞാൻ പറഞ്ഞാൽ ആർക്കും വിശ്വാസം അല്ലെന്നായിരുന്നു. ഇന്ന് വേറെ ന്യൂസ് ഒന്നും കിട്ടിയില്ലേ? അങ്ങാടി ഞാൻ പുണ്ടാക്കിന് പോയപ്പോ ആൾക്കാരെല്ലാം പറഞ്ഞ ഞാനറിഞ്ഞത്. എടോ ഈ കളിയുടെ മക്കിടി ആകെ പോയി. നമുക്ക് സ്വാമിയുടെ മക്കിടി കണ്ടാലോ? സത്യമായ സ്വാമി ഉണ്ടോ നാരദ? അതോ ഞാൻ തോലൊരിയാൻ പോയ പെണ്ണുങ്ങളാന്നാ പറഞ്ഞത്. എനക്കതിന്റെ മക്കിടി പിടി കിട്ടി. ഇവനാ പയ്യ സ്വഭാവം നിർത്തിയില്ല. പെണ്ണുങ്ങളോ പറയണ്ടേ നാരദ? അല്ല സത്യമായി സ്വാമി ഉണ്ടോ നാരദ? ഞാനിത്തറ പണ്ട് വലിയൊരു കാവാട് വായിച്ചു കടിക്കുന്ന സർപ്പുണ്ടെന്ന ഞാൻ കേട്ടു. ആള് പോയിട്ട് അങ്ങ് ഉറുമ്പോലും കയറൂല. എന്നിട്ടല്ലേ ഭാഗമൊക്കെ നടക്ക് പണ്ട് വലിയൊരു കാവായിരുന്നു. അതാരാ പറഞ്ഞേ? ആൾക്കാര് ഈ നാരദന് കിട്ടാത്ത ന്യൂസ് ഇനി ഈ ഭൂമിയിൽ ഉണ്ടാവും. വെറുതെ ആള് നാരദാന്ന് വിളിക്കുന്നുണ്ട്. നമുക്ക് ആ തന്ത്രി കിട്ടണ കൂട്ടിയാലോ? തന്ത്രി കിട്ടണ ഞാൻ മനസ്സിലെ തന്ത്രി കിട്ടാൻ ഓനിപ്പടിയാ കാണുവാ. നാരദ പോയിട്ട് ചോളൊക്കെ കളിച്ചാപ്പ് നീ കൂട്ടിട്ട് താറ്റോന്ന് ഇങ്ങോട്ട് എടുത്തോട്ടാ. നാരദ തേളയാക്കള് പറഞ്ഞാന്ന് പറഞ്ഞു. നീ അടുത്ത് 2 ഗ്ലാസ് കുടിക്കാൻ നിന്നേക്കല്ലേ? അല്ല നീ അങ്ങനെയാണ്. എന്ന് പറഞ്ഞ ആർത്തേക്ക് തീർന്നു. കിട്ടൻ 24 മണിക്കൂറും കൂടിയാ ഷാപ്പ് തന്നെ കെടുത്തു. വേറെ പോണ്ടതേ. വീട്ടിൽ അല്ല നിങ്ങൾക്കറിയാം വലിയ ഐതിഹ്യമുള്ള സ്ഥലമായി പുല്ലാനിത്തറ. പുല്ലാനിത്തറ എന്റെ അച്ഛപ്പൻ പറഞ്ഞൊരു കഥയുണ്ട്, കേൾക്കണം നിങ്ങക്ക്? തട്ടിക്കോ. തന്ത്രി കിട്ടാൻ വരുന്നവരെ തട്ടിക്കോ. കേൾക്കല്ലേ? തുടങ്ങ നടന്ന കഥ പറഞ്ഞ് തുറക്കിടായിരിക്കാം.
പണ്ട് എന്റെ അച്ഛപ്പൻ ഒരുപാട് ബൈക്കുകളുണ്ടായി. നിന്റെ അച്ഛപ്പനാ? ബൈക്കിളാ? എന്റെ ഒന്നും ഓർമ്മയില്ല. എന്റെ ഓർമ്മ തീരെയില്ല. എനിക്ക് ഓർമ്മയില്ല. രാവിലെ കല്ലുവളപ്പിലേക്ക് പോകും മേയ്ക്കാൻ, വൈകുന്നേരം തിരിച്ചു വരും. കല്ലുവളപ്പിനടുത്തായി പുല്ലാനിത്തറ. അങ്ങനെ ഒരു ദിവസം പൈക്കളിയും കൊണ്ട് പോകുമ്പോ പുല്ലാനിത്തറ എടുത്തുന്നൊരു ഒച്ച. തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ കാഴ്ച? എന്താ? കയ്യത്തിന്റെ മുടി വെച്ച പോലെ മണമുള്ള ഒരു കരിനാടൻ. കരിനാടനെ ഇന്ന് ഞാൻ പടക്ക് വിളിക്കുന്നു. പടക്ക് നീ വന്നില്ലെങ്കിൽ ഇന്ന് തൊട്ട് 41 നാൾ തികയുന്ന ദിവസം നിന്റെ വീട്ടിൽ വന്ന് നിന്നെ ഞാൻ കൊത്തും. അച്ഛപ്പൻ പടക്ക് സമ്മതിച്ചു. അച്ഛപ്പൻ ഊണ് ഉറക്കൂല്ല. അച്ഛപ്പൻ എന്ത് ചെയ്തെന്നറിയാ? ചൊല്ലൊക്കെ കൊല്ലം കുഞ്ഞം പൊട്ടെടുത്ത് പോയി വലിയൊരു കത്യാണ്ടാക്കി. നേരെ പുല്ലാനിത്തറയിലേക്ക്. എടാ കരിനാട, പടക്ക് പടക്ക് നീ വന്നില്ലെങ്കിൽ ഇന്ന് തൊട്ട് 41 നാൾ തികയുന്ന ദിവസം നിന്റെ വീട്ടിൽ വന്ന് നിന്നെ ഞാൻ കൊത്തും. അച്ഛപ്പൻ പടക്ക് സമ്മതിച്ചു. പടയോട് പട. ഒരു വിളി, എന്റെ മുത്തപ്പ. ആനൊരു ഭീഷണി. കിടക്കുന്നു കരിനാടന്റെ തല. അല്ല തെളിയങ്കോളൂ, നിന്റെ അച്ചപ്പൻ ജീവിച്ചിരിപ്പുണ്ടാ? ഇല്ല, കൊറേ നേരമായി തട്ടുന്നു. പറയടാ, ഇതിന്റെ പൊന്ന് പറയാത്ത തട്ടുന്നല്ല നടന്ന കഥ തന്നെയാ. നിന്റെ അച്ഛപ്പൻ തന്ത്രിക്കിട്ടുണ്ടോ ചില്ലിക്കാൻ? അങ്ങനെ നടന്നോ? തന്ത്രി, പുല്ലാനിത്തറയിൽ ഒരു സ്വാമി. അത് ഞാൻ അറിഞ്ഞു. അവിടെ ഒരു തന്ത്രം. നീയും പോകരുത്, നീ പറഞ്ഞിട്ടും പോകരുത്. അല്ല പൂസാന്നോന്നല്ല, സ്വാമിയെ കാണാൻ പോകുമ്പോ കാഴ്ചയായിട്ട് പോണം. തിരിഞ്ഞളി തന്ത്രിയ തന്ത്രം. ഇത് കുടിപ്പുറത്ത് പറയുന്നയാ? ചോറിനായിരിക്കും. കെട്ടിയെടുത്ത് കൊണ്ടുപോകാൻ വെച്ചിട്ടുണ്ടാ? അല്ല, തന്ത്രി കിട്ടുന്നില്ലെങ്കിൽ പുല്ലാനി തറയിലൊക്കെ ഞാൻ ശരിയാ. കോമരം കണ്ടില്ലേ? ഞാനില്ല കേട്ടോ, പേടിച്ചിട്ടൊന്നല്ല. ആകെ ഉള്ളൊരു ധൈര്യം തന്ത്രി കിട്ടാ. അതെ, കിട്ടിയില്ലെങ്കിൽ ഞാനും ഇല്ല കേട്ടാ. അല്ല നിങ്ങൾ ആരുമില്ല, പിന്നെ എന്നാ ചെയ്യാടും. ഇങ്ങോട്ട് പാടൂ. തന്ത്രി
എന്നാ തന്ത്രി പറയുന്നേ ഒരു ബലിയൊക്കെ കിട്ടും. എന്ത് കിട്ടാനാണ് എന്റെ വെറുതെ ആളെ മരുന്ന് വിളിക്കുന്നേ. നമുക്ക് പ്രാർത്ഥന അല്ല അടുക്ക ഞാൻ പറയാം ആദ്യം ആരാ പോവാ അതിനല്ലേ നമ്മ പറഞ്ഞു ഒരാൾ പോട്ട് ആർക്കാ പിന്നെ കുറച്ച് ധൈര്യം മുച്ചങ്കോരം ഓനാ കുറച്ച് ധൈര്യം ഈ കൂട്ടത്താണ് ഞാൻ പോയി ചോദിച്ചിട്ട് പോയിട്ട് പറ്റാ സ്വാമിയേ അങ്ങയുടെ മുഖത്തിന്റെ മക്കിടി കാണാൻ ഈ മുച്ചൻ ആഗ്രഹമുണ്ടേ. എടാ മുച്ചങ്കോര ആരോടാടാ നിന്റെ ഈ മക്കിടി? നീ എന്നെ അങ്ങ് പോയിട്ട് വെക്കുക. ഇത് ചെറിയ എന്നാ നീ ചോദിക്കും അല്ല ഒന്നുകൂടെ ചെറിയ പ്രശ്നം മുഖം കാട്ട് അങ്ങനെ ഇങ്ങനെ നോക്കും തീരെ സ്വാമികളെ അങ്ങയുടെ മുഖം കാട്ടപ്പ എന്നാ നീ പോയി ചോദിക്കണം നീ ഇങ്ങനെയാണുങ്ങൾ ഒരു കാര്യം പറഞ്ഞേക്കാം മുഖം കാട്ടണ്ണ എനിക്ക് ഇന്റെ മക്കടി പിടി കിട്ടുന്നില്ലടോ. ഒരു കൈ ഞാൻ നേരത്തെ പറഞ്ഞത് നാവ് നീട്ടാൻ പറ്റൂല നീ കൊറേ സമയം കുറവാക്കി നീക്കാൻ കാണിച്ചരാ. ഒരു നല്ല കാര്യത്തിന് പോകുന്ന ആരാ
സ്വാമിജി മുഖം കാട്ടൂജി. എനിക്കൊരു കൈ നോക്കണം. ഈ പുലാന്തര സ്വാമിന്റെ മുഖം കാണാൻ ശരിയാണോ? അത് ശരിയല്ല, എന്നെ നോക്കാൻ പോലുണ്ട് വഴി ആലോചിക്കുന്നുണ്ടോ? എന്താ ഒരു വഴി? ഞാൻ ആലോചിക്കട്ടെ. ഇല്ലാടും ഒരു വഴിയുണ്ട്. പ്രാർത്ഥന ഭജന 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 കഴിഞ്ഞിട്ട് ഇഡ്ഡലി സാമ്പാർ. എനിക്കൊരു സംശയമുള്ളൂ, ഇത് യഥാർത്ഥ സ്വാമി തന്നെയാണോ? കോലസ്വരൂപൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അവതാര പുരുഷൻ. എന്നെ വഴി പിടിച്ചോ. എന്തൊരു വഴിയിടോ? എന്താന്നൊരു വഴി ആലോചിക്കമാതോടാ. ഇത്ര വന്നിട്ട് മടങ്ങി പോകുന്നവർ ശരിയല്ല. ഒരു വഴി ഏത് സ്വാമിയും ഏത് മഹർഷിയും വീഴുന്ന ഒരു വഴിയുണ്ട്. തേളാങ്കോളിങ്ങുവാ സംഗതിയെല്ലാം ചോരൊക്കെ എന്നൊക്കെ ഉണ്ടാവൂല. ഇത് പിന്നെങ്ങനെ ശരിയാവണോ? ഞാൻ നിന്റെ ഓളോട് പറയാം, അവള് പറഞ്ഞ വരാണ്ടെന്ന്. അങ്ങനെ അങ്ങനെ അത് ഈ മാതോടണം. ഈ പെണ്ണുങ്ങളെ കൊണ്ട് എന്താ പണി? അവരെന്നാ പറഞ്ഞു ഒന്നും മനസ്സിലായില്ല. അതിനെ നമ്മൾ ചോദിക്കുന്നു. നമുക്കൊരു കാര്യം ഒളിഞ്ഞു നോക്കുന്നത് തെറ്റൊന്നും. അയ്യോ, അതാണല്ലോ നമ്മളെ അത് നിന്റെ പണി. നമുക്ക് മാറി Ding
ഒരു വഴിയുണ്ട്. ആ വള്ളിയിൽ തൂങ്ങി കിടക്കുന്ന ഒരു സാധനം കണ്ട? അത് നായിക്കൂടെ അത് തന്നെ. ഏത് സ്വാമിയും അവന്റെ സമാധിയിൽ നിന്ന് എണീക്കും. ഉച്ചക്കാരോ നീ പറിക്ക്. അതിന്റെ മുകളിൽ കയറാൻ എനക്കാവോടും. അതിന്റെ ആള് നിങ്ങന്നല്ലേ? ഞാൻ കാണിച്ചു തന്നപ്പോൾ ഞാൻ തന്നെ നടക്കൂല. ഓടിക്കല്ലേ ഞാനാരെയും കണ്ടിട്ടില്ല. ഞാനല്ല എന്തെന്നൊരു പറഞ്ഞ മനസ്സിലാവാത്ത നിങ്ങൾക്ക് എന്നെ കൊണ്ടാവൂല. ഞാനിവരെ നോക്കാം. കോമരംഗണ്ണം പറയുന്ന എന്നെ കൊണ്ടാവില്ല. ഓന്റെ നാവിനെ ഏതായാലും പാറ്റേണ്ടി ഞാൻ സാർ ആദ്യം സ്വാമിയെ വെച്ച് നമുക്ക് അതെല്ലാം ഇപ്പൊ ആവശ്യം. എന്നോട് കയ്യിലാണ് ചോറിയുമ്പോ നിങ്ങൾക്ക് തേച്ചും പാറ്റല്ല ഒരു മത്ത് കിടക്കുന്ന അവസാനം എഴുതൂ മുച്ചൻ കോര തന്ത്രിക്കട്ട പേര് തന്ത്രിക്കിട്ട് രണ്ടാമത് എഴുതിയേ. തന്ത്രിക്കിട്ട് രണ്ടാമത് നാരദെന്നാണ് വീട്ടുപേരടക്കം. പിടിച്ചു നോക്കണോ തന്നെ എഴുതിനിട്ട അടുത്ത കോമരം കണ്ണൻ നല്ല നല്ല എഴുതിക്കോ മാതോടെ അവസാനം എഴുതിയോണ്ട് ആദ്യം ഞാൻ നീ അവസാനം എടുത്താ ഭയങ്കര മണ്ണല്ല നമ്മളോട് രണ്ടെണ്ണം എടുക്കല്ലോ എനിക്ക് വായിക്കാൻ എഴുതാനേ അറിയില്ലോ. ബലി വന്നു ഭയങ്കര വിദ്യാഭ്യാസം വായിക്കാനും അറിയാം. നാരദനാ സ്വാമിയെ കടാക്ഷിക്കണേ.
പുറത്തെന്തല്ലോ തോന്നി നോക്കുമ്പോ അത് ശരിയാ. ഓരോരുത്തരായിട്ട് പോയാൽ ഒരുപാട് കാര്യം പറയാം. അതിലിപ്പോ ഇത്ര ശ്രദ്ധിക്കണ്ട. ഒറ്റൊക്കെ വന്നിട്ട് പറഞ്ഞോളും പറയാൻ സ്വാമിയെ പാരകളി ഞാൻ തന്നെ ഒന്നാമനാവണം. അതിനൊരു മക്കിടി പറഞ്ഞു തന്നെ സ്വാമിയെ. ഓം ഹ്രീം സ്വാമിയെ ഞാൻ വർത്താനം പറയുമ്പോ നാവ് ഇങ്ങനെ നീട്ടി പോകുന്നു. അതുകൊണ്ട് നാട്ടുകാരെല്ലാം തേളേ കേളുന്ന വിളിക്കുന്നത്. അത് മാറ്റിത്തരാ ഒരു മരുന്ന് പറഞ്ഞു തരണം. ഓം കാളി ശരണം. ഭഗവാനെ രക്ഷിക്കണം. കള്ള മാറ്റാ തൊഴില് മുമ്പല്ലോ പോലീസാരുടെ പ്രശ്നം ഭയങ്കരമായിട്ട് ഉണ്ടായി. ഇപ്പൊ നാട്ടുകാരി മൊത്തത്തിൽ പ്രശ്നമാണ്. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. ഓം ഹ്രീം കാളി കൂടി ഭഗവാനെ രക്ഷിക്കണം. ഈ പുല്ലാഞ്ഞ് തറയിൽ ഒരു കാവുണ്ടാവണം. അടുത്തേക്ക് ഒരു കൊമരും വേണം. അത് ഞാൻ തന്നെ അയക്കണം. അതിനൊരു വഴി പറഞ്ഞു തരണം സ്വാമിയേ. ഓം ഹ്രീം സ്വാമിയേ വൈകുണ്ടായിക്കണം. സ്വാമിയേ ഈ നാട്ടിലെ മാലവർക്കെല്ലാം കുറ്റം കൊണ്ടാണ്. അതല്ല ഞാൻ എനിക്കൊരു കുറ്റം ഉണ്ടാകും. ഓം ഹ്രീം സുവർണാഥ രക്ഷിക്കണേ. ഞാൻ സ്വാമിയോട് രണ്ട് കാര്യം പറയുന്നുണ്ട്. സ്വാമി ഈ നാട്ടിൽ ഒറ്റ പിള്ളേർക്കും മുഴുവൻ വരാൻ പാടില്ല. പിന്നെ സ്വാമി മന്ത്രത്തിലും തന്ത്രത്തിലും എല്ലാവർക്കും വിശ്വാസം ഉണ്ടാവണം. മാരണത്തിലും വശീകരണത്തിലും നല്ല ഡിമാൻഡ് ഉണ്ടാവണം. തെങ്ങിന് കൊല പൊട്ടരുത്. പിന്നെ സ്വാമി ഈ ഫോറിന്റെ വില കുറച്ചുകൂടി കുറച്ചല്ല സ്വാമി. മുച്ചങ്കോരനും മാതോടനും പാദം കുമ്പിടുന്നേ, ഞങ്ങൾ പാദം കുമ്പിടുന്നേ. മുച്ചങ്കോരനും കോരനും പാദം കുമ്പിടുന്നേ, ഞങ്ങൾ പാദം കുമ്പിടുന്നേ. പാദം കുമ്പിടുന്നേ, ഞങ്ങൾ പാദം കുമ്പിടുന്നേ. ഭക്തജനങ്ങളെ സ്വാമിയെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീമാൻ കംസം കൈക്കോർ ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങേണ്ടതിനാൽ ഭക്തജനങ്ങളെല്ലാം മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒന്നുമല്ല പായി
എന്തൊരു ആ നടുവ് അല്ലേ തന്നെ പോയതല്ലേ. ഇനിയിപ്പൊ ചൂടുവെള്ളം വെക്കട്ടെ. എനിക്കൊരു വരം തരണം. മരണം വരെ ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഞാനായിരിക്കും. പിന്നെ എന്റെ മകൻ, പിന്നെ മകന്റെ മകൻ. അതങ്ങനെ, അതാരും തരയില്ല. ഗുരുവായൂരപ്പ. അനുഗ്രഹകർമ്മം കഴിഞ്ഞിരിക്കുന്നു. പ്രസിഡന്റിന്റെ പ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ്. സർവമംഗലേശ്വരനായി തേജപുഞ്ചത്തിന് എന്റെ ആദ്യ പ്രണാമം. ഈ സന്യാസി വര്യന്റെ പാദസ്പർശത്താൽ ഈ പുല്ലാനിത്തറ ധന്യമായിരിക്കും. ഈ നാടിനെ രക്ഷിക്കാനെത്തിയ പുണ്യാത്മാവാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ദേഹം. ഈ കുക്കുടാനന്ദനെ കാണാനും കണ്ട അനുഗ്രഹം വാങ്ങാനും കഴിവന്ന ഭാഗ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിലയിലും എന്റെ സ്വന്തം നിലയിലും ചാരിതാർത്ഥ്യമായ ഒരു കർമ്മമായി ഞാൻ കാണുന്ന സത്യജന്മത്തിൽ ഒരു സന്തോഷ വർത്തമാനം നിങ്ങൾ അറിയിക്കാൻ ഞാൻ ഈ പുല്ലാനിത്തറയിൽ അടുത്ത് തന്നെ ഒരു വലിയ ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ ചെലവിൽ നിർമ്മിക്കാൻ ഞങ്ങൾ അറിയിക്കാണ് സുഹൃത്തുക്കളെ. പോലീസിലാ പോലീസിലാ രണ്ട് കണ്ണാസിന്റെ കള്ളവാചാരൻ മാധവൻ അല്ലടാ. ഇവൻ തന്നെയാണോ നിങ്ങളുടെ മരുമകൻ? അതെ സാർ, ഇവൻ തന്നെ. അല്ല സാർ, എന്താ പ്രശ്നം? 10-12 ദിവസമായി ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഒളിച്ചോടിയിട്ട് എവിടെയൊക്കെ തിരക്കിയെന്നോ? ഇവനോ ഭ്രാന്ത്, പക്ഷെ നിങ്ങൾക്കോ? അമ്മ ദൈവങ്ങളും ആൾദൈവങ്ങളും അരങ്ങു തകർക്കുന്ന ഭാരതത്തിന്റെ മണ്ണിൽ കരുതിയിരിക്കേണ്ടവർ നമ്മളാണ്. നമ്മൾ ഓരോരുത്തരും. നാടകം ഇവിടെ അവസാനിക്കുന്നു.